ശനിയാഴ്ച പകൽ കേരളത്തിലെത്തുന്നു. രാത്രി മോഷണം നടത്തി മടക്കം. പക്ഷേ കാർ മോഷണ സ്ഥലത്തിനടുത്ത് പാർക്ക് ചെയ്തതാണ് പോലീസിന് തുമ്പായത്. കാറിൽ ഒരു ഔദ്യോഗിക ബോർഡുണ്ടെന്നും വ്യക്തമായിരുന്നു. മോഷണം നടന്ന സമയപരിധിയിൽ കൊച്ചി നഗരത്തിലുണ്ടായിരുന്നതും പിന്നീട് പുറത്തേക്ക് പോയതുമായ മൊബൈൽ ഫോൺ നമ്പറുകൾ കൂടി വിശകലനം ചെയ്തതോടെ പോലീസ് പ്രതിയിലേക്ക് എത്തി. കർണാടക പോലീസിലെ നിരവധി ഉദ്യോഗസ്ഥരുടെ സഹകരണവും തുണയായി. കണ്ടിന്യൂസ്ലി പുള്ളി നിർത്താതെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാംഗ്ലൂർ, ഉടുപ്പി, കാർവാർ, അപ്പോൾ അങ്ങനെയാണ് വടക്കോട്ടുള്ള ജില്ലകൾ. അപ്പോൾ രമൺ ഗുപ്ത അദ്ദേഹത്തെ അറിയിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി 3 SP-മാരെ അലേർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നും DCPയും ഞാനും എല്ലാം SP-മാരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉടുപ്പി ജില്ലയിൽ വെച്ച് ലോക്കൽ സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം കറക്റ്റായിട്ട് ആ വീട്ടിൽ തന്നെ ഈ ഗോൾഡ് ഒരു പക്ഷേ കോയിൻസിഡൻ്റലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ആരെങ്കിലും പാസ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ഔദ്യോഗിക ബോർഡ് വെച്ച് സഞ്ചരിച്ചതാണ് വഴിയിൽ പരിശോധനകളില്ലാതെ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും കടന്നുകളയാൻ ഇർഫാന് സഹായകമായത്. അങ്ങനെ ഉദ്യോഗസ്ഥരെയും പറ്റിച്ചു. കൊള്ളമുതലിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ട ഗ്രാമീണരുമായി പങ്കുവച്ചിരുന്ന ഇർഫാൻ ഇതൊക്കെ കൊണ്ടാകാം ഭാര്യ അവിടെ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലെത്തുകയും ചെയ്തു. ബീഹാർ റോബിൻഹുഡ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഹൈദരാബാദിൽ പോഷ് കോളനിയിൽ മോഷണം നടത്തി പിടിയിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് കൊച്ചിയെ ലക്ഷ്യം വെച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് മിച്ചം വരുന്ന തുക ആഡംബര ജീവിതത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. മുംബൈ പോകുന്ന റൂട്ടായിരുന്നു എടുത്തിരുന്നത്. ഒരു പക്ഷേ മുംബൈയിൽ ഇത് ചിലപ്പോൾ വിൽക്കാൻ എളുപ്പത്തിനായിരിക്കണം മുംബൈയിലേക്ക് പോയത്. രാജാക്കന്മാരുടെ സമ്പത്ത് കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന കഥാപാത്രങ്ങളാണ് റോബിൻഹുഡ്. പോലീസിനെ അമ്പരിപ്പിക്കും വിധം കവർച്ച നടത്തുന്നവർ. VIP-കൾ താമസിക്കുന്ന പനമ്പള്ളി നഗറിൽ നിന്ന് ബീഹാർ റോബിൻഹുഡ് കടന്നുകളഞ്ഞെങ്കിലും വഴിയിൽ കുടുങ്ങി. അതേസമയം സ്വർണ്ണവില കൂടിയത് കവർച്ചക്കാർക്ക് പൊതുവിൽ കൂടുതൽ ആവേശം നൽകുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഗോൾഡ് തെഫ്റ്റിന് ഒരു കാരണം ഗോൾഡിന്റെ വാല്യൂ കൂടുന്നത് തന്നെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ ഗോൾഡിന്റെ പ്രൈസ് വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു റീസൺ തന്നെയാണ്. പക്ഷെ പോലീസ് അതിനോടൊപ്പം തന്നെ പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിലെ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി മോഷണം നടത്തിയ 4-അംഗ സംഘം കൊച്ചിയിൽ പിടിയിലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.